ചിലർ ഡൈവേഴ്സുകാർ ഉടമ്പടി വെച്ചിരിക്കുന്നത് കൊച്ചിനെ കിട്ടണമെന്ന് പറഞ്ഞാണ്. കൊച്ചിനെ അയാൾ അടിച്ചുകൊണ്ട് പോയി, കൊച്ചിനെ കിട്ടണമെന്ന് പറഞ്ഞാൽ. ചിലർ ഉടമ്പടി വെച്ചിരിക്കുന്നത് കേസ് അവർക്ക് അനുകൂലമായിട്ട് വിധിക്കണമെന്നാണ്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഡൈവേഴ്സ് കേസുകാർ എന്താ ചെയ്തിരിക്കണം? ചിലർ പറഞ്ഞിട്ട് കൊച്ചിനെ കിട്ടണം, ചിലരെന്താ പറഞ്ഞിരിക്കുന്നത് കേസ് അവർക്ക് അനുകൂലമായിട്ട് വിധിക്കണം, ചിലരെന്താ പറഞ്ഞിരിക്കുന്നത് ചിലവിന് കിട്ടണം, ചിലരെന്താ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതുപോലെ ഓരോ വിഷയങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ചിലർ മാത്രം ഒരുമിച്ച് താമസിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ചിലർ മാത്രം. ഇതിനകത്ത് ഏതാണ് ദൈവഹിതം? ഇപ്പം ഞാൻ അവളോട് ചോദിക്കും, അല്ലെങ്കിൽ അവനോട് ചോദിക്കും, നീ കൊണ്ടുപോയാക്കിയതാണ്, അവളെ ഉപദ്രവിച്ച് വിട്ടതാണെന്ന് ചോദിക്കുമ്പോൾ ഇവൻ പമ്മും. ഇവന് ഡൈവേഴ്സ് കിട്ടിയിട്ട് വേറെ കെട്ടണം, അതിനുവേണ്ടി ഉടമ്പടി എടുത്തിരിക്കണം പന്നി. ഇതാണ് പ്രശ്നം. എത്രയും വേഗം ഡൈവേഴ്സ് കിട്ടിയിട്ട് മാതാവ് ഡൈവേഴ്സ് കൊടുക്കണം. പണിയല്ലേ മാതാവിന് പുതിയ പണി, മാതാവിന് പണി അങ്ങോട്ട് കൊടുത്തിരിക്കുകയാണ്. എന്താ കാര്യം? ഡൈവേഴ്സ് ആക്കിയിട്ട് വേറെ പെണ്ണെ കെട്ടണം. അടിപൊളി. ഇത് തന്നെ പെണ്ണും പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്തൊരു പൊട്ടിച്ചിലിൻ്റെ ആവശ്യം ഉണ്ടാവും. എന്താ കാര്യം? ദൈവം ആഗ്രഹിക്കുന്നത് പശ്ചാത്താപമാണ്. ഇതിനകത്ത് പശ്ചാത്താപം എന്നൊരു കണ്ടൻ്റ് ഉണ്ട്. അത് ഉടമ്പടിയല്ല, എന്ത് സംഭവമായാലും സത്യദൈവത്തിൻ്റെ വിഷയങ്ങളിലെല്ലാം മനുഷ്യൻ്റെ വിശുദ്ധീകരണം മസ്റ്റാണ്. മന്ത്രവും തന്ത്രവും അങ്ങനെയുള്ള പരിപാടിയൊക്കെ ആണെങ്കിൽ ഒരു വിശുദ്ധീകരണം വേണ്ട, നമുക്ക് വേണമെങ്കിൽ ആഭിചാരം ചെയ്ത് ആരും കൊല്ലുകയും ചെയ്യാം. പക്ഷേ സത്യദൈവം, നിത്യജീവൻ എന്നുള്ള ഫോർമാറ്റിൽ പോകുന്ന എല്ലാ വിഷയങ്ങൾക്കും നിങ്ങളുടെ പശ്ചാത്താപം മസ്റ്റായിട്ട് വരും. ഈ പശ്ചാത്താപം എന്താ വരണത്? അപ്പം നിങ്ങൾ ആദ്യം ഉടമ്പെടുക്കുമ്പോൾ തന്നെ നിങ്ങളെ വാളും പരിചയം കൊണ്ടുവന്ന് കർത്താവിൻ്റെ അടുത്ത് വെക്കണം. നിങ്ങൾ വീട്ടിലെ വാളും പരിചയം അംഗമല്ലായിരുന്നോ? അല്ലേ? ആദ്യം ഇത് വാളും പരിചയം കൊണ്ട് വെക്കണം. ഇപ്പം നിങ്ങൾ വാളും പരിചയം കൊണ്ട് അവൾ നല്ല വെട്ടിയപ്പോഴാണല്ലോ ഇപ്പോൾ വക്കീലിൻ്റെ അടുത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ വാളും പരിചയമൊക്കെ വക്കീൽ വെട്ടിക്കൊള്ളാൻ പറയും. എന്നിട്ട് ജഡ്ജി തീരുമാനിക്കണം ആര് ജയിച്ചെന്ന് പറയും. നിങ്ങൾ വിചാരിച്ച കോടതിയിൽ നിങ്ങളുടെ വിഷയങ്ങൾ ചെല്ലണത് തന്നെ നിങ്ങൾക്ക് നാണക്കേടാണെന്ന്. എന്താ കാര്യം? നിങ്ങൾ ജയിച്ചാൽ ഓന്തോടിയാൽ വെയിലി വരെ, ചെമ്മീൻ ചാടിയാൽ ചട്ടി വരെ. അത്രേ ഉള്ളൂ. നിങ്ങൾ ജയിച്ച എത്ര കൊല്ലത്തേക്ക് ജയിക്കാൻ പറ്റും? നിങ്ങൾക്ക് ഈ ജീവിതത്തെ മാത്രം ജയിക്കാൻ പറ്റും. മേ ബി ഒരു 40 കൊല്ലമാണ് മാക്സിമം. അത് കഴിയുമ്പോൾ കൊമ്പും കോലൊക്കെ മുക്കിന്നും വായിന്നൊക്കെ കൊമ്പും കോലും ഇട്ടിട്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ടാവില്ല. അതിപ്പോൾ ഞാനായാലും നീയായാലും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ കൊച്ചു ജീവിതത്തിന് വേണ്ടി നീ ദൈവത്തെ ഉടനെ തള്ളിപ്പറയുകയാണ്, ദൈവത്തിൻ്റെ വചനത്തെ തള്ളിപ്പറയുകയാണ്. അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേന വിശുദ്ധീകരിക്കപ്പെടും. നേരെ മറിച്ച് സംഭവിക്കും. ഉടമ്പടി എടുക്കുമ്പോൾ നീ ഒരു തുറന്ന മനോഭാവം ആദ്യം, ദൈവമേ എവിടെയാണ് തെറ്റെന്നറിയത്തില്ല, നമുക്കറിയാം ഞാൻ എവിടെയാണ് തെറ്റെന്നറിയത്തില്ല. ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ 2 മക്കളേ ഉള്ളൂ. പണ്ട് 10 മക്കളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് തട്ടിമുട്ടിയാലും ആരും മൈൻഡ് ചെയ്യത്തില്ല, തനത് എഴുന്നേറ്റ് പോകും. ഇപ്പം പിള്ളേർ വീണ് കഴിഞ്ഞാൽ അവിടെ തന്നെ കിടന്ന് കാറും, നിലവിളിച്ചില്ലെങ്കിൽ അവരവിടുത്തെ എടുത്ത് അവിടെ കിടന്ന് 1 വയസ്സുകാരനെ കൊച്ചാനും ശരി അവിടെ കിടന്ന് വേണമെങ്കിൽ കിട്ടിയ സാധനം എടുത്ത് നമുക്ക് എറിയും. കാര്യം 10-12 പിള്ളേരുണ്ടായപ്പോൾ നമുക്ക് പ്രശ്നമില്ല. വീണ് എഴുന്നേറ്റ് പോകും. ആര് മൈൻഡ് ചെയ്യാനാണ്? ഇപ്പം മൈൻഡ് ചെയ്യാൻ ആളുള്ള കാരണം കുഞ്ഞുനാൾ മുതലേ ഭയങ്കര പൊസസീവാണ് ആൾക്കാർ, ഒന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ വന്ന് കയറുമ്പോൾ തന്നെ അല്ലെങ്കിൽ അവളല്ലെങ്കിൽ അവൻ, അവളുടെ അല്ലെങ്കിൽ അവൻ്റെ കുറ്റങ്ങളാണ് ആദ്യം എഴുന്നള്ളിക്കണത്. അപ്പോൾ അതോടുകൂടി വീട്ടുകാരെന്ത് ചെയ്യും? വീട്ടുകാർ എന്നാൽ നീ ഇങ്ങോട്ട് പോരാൻ പറയും, അമ്മ പറയും. അപ്പോൾ ആ തള്ള എന്നോട് അങ്ങനെ കാണിച്ചു, അവിടെ പോന്നൊക്കെ കൊടുത്തിട്ട് പോരാൻ പറയും. ഇയാളും വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്, അതാ പ്രശ്നം. ആ ആളും വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എങ്ങനെയാണ് അധപ്പതിച്ചതെന്ന് ആദ്യം എവിടുന്നാണ് തുടങ്ങിയത്? എങ്ങനെയാണ് നിങ്ങൾ അധപ്പതിക്കാൻ കാരണം? ഇപ്പം അമ്മയെ സംബന്ധിച്ചത് ഇപ്പോൾ ക്ലിൻ്റൺ അച്ഛൻ രാവിലെ പറഞ്ഞ എക്സാമ്പിൾ കണ്ടില്ലേ? അതായത് അവർ വർഷങ്ങൾ പിരിഞ്ഞിരുന്ന ആൾക്കാർ ഉടമ്പടി എടുത്തപ്പോൾ അമ്മ 2 പേരെയും കൂട്ടി യോജിപ്പിച്ച് കുഞ്ഞിനെയും കൊടുത്ത് പരമസന്തോഷമായിട്ട് അവർ ജീവിക്കുകയാണ്. അപ്പോഴേ അങ്ങനെ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ജീവിതം, നിനക്ക് സങ്കല്പിക്കാൻ പറ്റാത്തൊരു ജീവിതം ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. നിനക്കത് വേണ്ട. നിൻ്റെ ജീവിത പങ്കാളിക്ക് ഇന്ന കുഴപ്പങ്ങളുണ്ട്, രഹസ്യമായ കുഴപ്പമാകാം, ചിലത് പരസ്യമായ കുഴപ്പമാകാം. അതുകൊണ്ട് പുതിയ ഒരു ഉരുപ്പടിനെ കിട്ടിയാൽ കൊള്ളാവുന്നതിൻ്റെ മനസ്സിൽ രഹസ്യ അജണ്ട ഉണ്ടാകും. മനസ്സിലായില്ലേ?
അപ്പം അതുകൊണ്ട് അതൊക്കെ ദൈവത്തിന് അറിയാമല്ലോ. നിൻ്റെ ഉദ്ദേശം ചിലപ്പോൾ വേറെ ആയിരിക്കുമെന്ന് അറിയാമല്ലോ. അത് വളരെ മനുഷ്യൻ്റെ പുറത്ത് പറയാൻ കൊള്ളാത്ത ഉദ്ദേശമായിരിക്കും നിൻ്റെ മനസ്സിലുള്ളതെന്ന് ദൈവത്തിന് അറിയാം. ഇത് വെച്ചുകൊണ്ട് ഉടമ്പടി ചെയ്ത ആദ്യം ചെയ്യേണ്ടത്, കർത്താവേ, എൻ്റെ ഹൃദയ വിചാരങ്ങൾ നിനക്കറിയാം. ഹൃദയ വിചാരം എന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല. ഒരു കോടതിയിലും ഹൃദയ വിചാരണ ചെയ്യപ്പെടത്തില്ല. പക്ഷെ ദൈവത്തിന്റെ തിരുസന്നിധി. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. 139 സങ്കീർത്തനം 2-ാം തിരുവചനം. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. ഇവിടെയാണ് പ്രശ്നം വരാൻ പോണത്. നിങ്ങളിപ്പോൾ ഈ വിഷയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന്, നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ദൈവത്തിന് അറിയാം. നിങ്ങളിപ്പോൾ 5 സെൻറ്റ് സ്ഥലം മേടിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? 5 സെൻറ്റ് സ്ഥലം മേടിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കണം എന്താണ്? അച്ഛൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളാണിത്. എന്താണ് നിങ്ങൾ ചോദിക്കണം? മൂത്ത മകനെയും മക്കളെ അങ്ങോട്ട് മാറ്റി താമസിപ്പിക്കണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ സ്ഥലം മേടിച്ചില്ലെങ്കിൽ അവിടെ കൂടി വീടിൻ്റെ പുറകിലുള്ള ആൾക്കാർ റോഡിടുക മാത്രമല്ല, വീട്ടിലുള്ളവൻ കയറി അവിടെ നമ്മളെക്കാൾ വലിയ വീട് വെച്ച് അവിടെ താമസിക്കാൻ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതാണ് ഹൃദയ വിചാരം എന്ന് പറയുന്നത്. ഉടമ്പടിയിൽ എല്ലാത്തിനും രഹസ്യ അജണ്ടകളുണ്ട്. രഹസ്യ അജണ്ടകളുമായിട്ടൊരു സംഭവം ഇട്ടാൽ ഉപ്പിരിക്കുന്ന കുടം ഉടയണ പോലെ നീ ഉടയും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, വിശുദ്ധമായ ഉടമ്പടി വിശുദ്ധിയോടെ നിർവഹിക്കുവാൻ വിശുദ്ധമായ മനസ്സാക്ഷിയാൽ എന്നെ സ്നാനപ്പെടുത്തണമേ. ശുദ്ധിയോടെ വ്യാപരിക്കുവാൻ പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയ